കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് ജനങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും കണ്ടിട്ട് ഈ ദേശത്തെ ഞാൻ നശിപ്പിക്കുമെന്ന് ഇറങ്ങി വരുമ്പോൾ, കർത്താവെ നീ ഈ ജനത്തെ നശിപ്പിക്കരുതെന്ന് കർത്താവിനും ആ ഒരു ജനങ്ങൾക്ക് മധ്യേ ഇടയിൽ നിൽപ്പാൻ ഒരു മനുഷ്യനെ കർത്താവ് അന്വേഷിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകി കൊടുക്കുവാൻ അവൻ്റെ ചെവി എപ്പോഴും ചാഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ ഇരിക്കുന്നു? നാം നമുക്ക് വേണ്ടി നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്നുവോ? അതോ പാപത്തിനും ശാപത്തിനും പെട്ട് ഇന്നും നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവോ? പ്രിയ ദൈവമക്കളെ, കൂട്ടം കൂട്ടമായിട്ട് കർത്താവ് ജനങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ സ്വർഗത്തിൽ പോകത്തില്ല. പക്ഷേ നാം സ്വർഗത്തിൽ അവർ പോകണമെങ്കിൽ കർത്താവിനോട് നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ, സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ വന്നപ്പോൾ കർത്താവ് അവിടെ സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ വന്നപ്പോൾ അവിടെ നിന്ന് കർത്താവിനോട് അബ്രഹാം ചോദിക്കുകയാണ്: കർത്താവെ, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ കർത്താവ് നശിപ്പിക്കരുത് എന്ന് പറയുകയാണ്. കർത്താവ് പറഞ്ഞു ഇല്ല എന്ന്. അങ്ങനെ 40, 30, 10 എന്ന് പറഞ്ഞ് 10 നീതിമാന്മാരുണ്ടെങ്കിലും നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ സോദോം ഗൊമോറയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. പക്ഷേ അവിടെ 10 നീതിമാന്മാർ കൂടെ അവിടെ അന്ന് ഇല്ലായിരുന്നു. ദൈവം നശിപ്പിച്ചു. ആയതുപോലെ തന്നെ മോശ ഇസ്രായേൽ ജനങ്ങളെ ഞാൻ കൊന്നുകളയും, അവിടെ പാവം ഭയങ്കരമായിരിക്കുന്നു, നീ വിട്ടുകള എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്: കർത്താവെ, ഈ ജനത്തെ അങ്ങ് വിളിച്ചു കൊണ്ടുവന്നതാണ്, അങ്ങയുടെ നാമം ദുഷിക്കപ്പെടാതിരിപ്പാൻ ഈ ജനത്തെ അങ്ങൊന്നും ചെയ്യരുത്. അങ്ങനെ ഈ ജനങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ പേരിനെ ജീവപുസ്തകത്തിൽ നിന്ന് കിറുക്കി കളയണം എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ എസ്തേർ രാജ്ഞിയെ നോക്കുമ്പോൾ, ഒരു രാജ്ഞി എന്നുള്ള സ്ഥാനത്തിലിരുന്നിട്ട് പോലും തൻ്റെ കുലത്തിന് ഒരു നാശനഷ്ടം വരുമെന്നായപ്പോൾ തൻ്റെ ദാദിമാരോട് കൂടെ സകലരും ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പറയാ ദൈവ പൈതൽ, അതേപോലെ നമ്മുടെ ദേശത്തിൽ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവാസിയുടെ കുടുംബത്തിൽ ഒരു കഷ്ടത എന്നറിയുമ്പോൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും അവർക്ക് വരുന്ന കഷ്ടതകളിൽ നിന്ന് അവർ രക്ഷപ്പെടുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടമപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പാപത്തിലിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവൻ നിർബന്ധമായിട്ടും സ്വർഗരാജ്യത്തിലെത്തുന്നില്ല, അവർ നരകത്തിലേക്ക് പോകും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഓരോരുത്തരുടെയും മാനസാന്തരത്തിനും തിരിച്ചു വരവിനും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, അങ്ങ് ദേശത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അഴിക്കാതെ വണ്ണം കർത്താവെ, ആരൊക്കെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് തങ്ങളെത്താനെ അർപ്പണിച്ചിരിക്കുന്നുവോ അവരെയൊക്കെ അങ്ങ് കൈതാങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വരങ്ങളെ കൊടുക്കണമേ. കർത്താവെ ഹാലേലൂയ, സ്തോത്രം. കർത്താവെ, പ്രാർത്ഥിച്ചും ജീവിച്ചും കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തർക്കും കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.